ദുര്യോധനൻ ഹസ്തിനപുരി വാഴുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പ് ഒട്ടും തന്നെയില്ല. പക്ഷേ ഇന്ദ്രപ്രസ്ഥം ഞങ്ങൾക്ക് ലഭിക്കണം. യുധിഷ്ഠിരൻ സഞ്ജയനോട് ഇപ്രകാരം പറഞ്ഞു. ഇത് കേട്ട് സഞ്ജയൻ പറയുന്നു, ധർമ്മിഷ്ഠനായ അങ്ങയുടെ പ്രവർത്തികൾ ലോകപ്രസിദ്ധങ്ങളാണ്. ഇന്ദ്രപ്രസ്ഥം കൗരവരിൽ നിന്ന് അങ്ങേക്ക് ലഭിക്കണമെങ്കിൽ യുദ്ധമല്ലാതെ മറ്റു വഴിയൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ യുദ്ധം കൊണ്ട് നാശമാണ് ഫലം. യുദ്ധം ചെയ്ത് രാജ്യം നേടുന്നത് എന്തിനാണ്? അശ്വമേധം, രാജസൂയം മുതലായ യാഗങ്ങൾ ചെയ്ത അങ്ങ് ഇനി പാപകർമ്മങ്ങളിലേക്ക് പോകുവാനാണോ തീരുമാനം? എങ്കിലെന്തിനാണ് ഇത്രയും നാൾ വനത്തിൽ പോയി ദുരിതങ്ങൾ അനുഭവിച്ചത്? മഹത്തായ ബലം പാണ്ഡവർക്ക് ഉണ്ടായിരുന്നുവല്ലോ. എന്നിട്ടും ധർമ്മത്തെ ആലോചിച്ച് വനവാസത്തിന് പോയി. അങ്ങ് ഇതുവരെ ഒരു അധർമ്മത്തിലും ചെന്ന് പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇനിയും പാപകർമ്മത്തിലൊന്നും അങ്ങയുടെ മനസ്സ് പെട്ടുപോകാതിരിക്കട്ടെ. ദുര്യോധനൻ ദുർബുദ്ധിയായതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും അവനോട് പറയാത്തത്. സന്ധികാര്യം സാധിക്കുന്നതിനു വേണ്ടിയുള്ള എൻ്റെ അപേക്ഷ നിരസിക്കുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഞ്ജയൻ ഇങ്ങനെ പറഞ്ഞു നിർത്തി.